മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ ഡേറ്റ് എന്ന് തീരുമാനിച്ചപ്പോൾ ചിത്രധാര ഡോക്ടറിന്റെ എന്ന് ഡേറ്റ് ഇടുന്നു അന്ന് നമുക്ക് വയ്ക്കാമെന്ന്. കാരണം ഇപ്പോൾ ജോർജ് പറഞ്ഞ പോലെ ഡോക്ടറിന്റെ അനുഭവങ്ങളും ഡോക്ടറിന്റെ നീണ്ട പതിറ്റാണ്ടുകളുടെ അനുഭവങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് അത്രയ്ക്ക് വിലപ്പെട്ട ആയതുകൊണ്ടാണ് വെറുതെ മെഡിക്കൽ ക്യാമ്പ് മാത്രം പോലെ ഡോക്ടറിന്റെ ക്ലാസ് കൂടി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3-4 മാസം ഇതിനായിട്ട് കാത്തുന്നത്. ഡോക്ടർ ചിത്രധാരയെ പറ്റി നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ഡോക്ടറിന്റെ ലേക്ഷോർ ഹോസ്പിറ്റലിന്റെ ഡോക്ടർ പ്രൊഫൈലിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. അത് ഞാൻ നോക്കിയപ്പോൾ 2-3 പേജ് ഉണ്ട്. എങ്ങനെ ഏറ്റവും ചുരുക്കി നിങ്ങളോട് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടു. കാരണം 33ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഡോക്ടർ ഭാഗമായിട്ടുണ്ട്. അതിലേറെ പ്രബന്ധങ്ങളും ഡിഗ്രികളും അതുപോലെ തന്നെ ചുരുക്കമായിട്ട് ചിലത് എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യമാണ് ഡോക്ടർക്കുള്ളത്. കേരളത്തിലെ ആദ്യ വനിതാ യൂറോളജിസ്റ്റിന്റെ ബഹുമതിയും അപ്പം നേടിയിട്ടുണ്ട്. കൂടാതെ റീജിയണൽ ക്യാൻസർ സെന്റർ തൃശ്ശൂർ 1993 ആദ്യമായി ഗൈനക്കോളജിക്കൽ ക്യാൻസർ സർജറി ഡിവിഷൻ ആരംഭിച്ചതാണ് ഡോക്ടറിന്റെ മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം. ആതുര സേവന മേഖലയിലെ അവരുടെ സേവനവും ഗവേഷണവും സാഹിത്യ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. ഡോക്ടർ ചിത്രധാര വിവിധ മേഖലകളിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും, ഗവേഷണ മേഖലകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യബോധം ഉണർത്തുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്നിവിടെ നമുക്കായി ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ ക്യാമ്പിന്റെ നേതൃത്വം ഒരു പ്രതിഭാശാലിയായ ഓങ്കോളജിസ്റ്റിന്റെ മാർഗനിർദ്ദേശത്തിൽ നടത്തപ്പെടുന്നത് തന്നെ നമ്മുടെ വിജയത്തിനും സമൂഹത്തിന്റെ ആരോഗ്യബോധത്തിനും വലിയ നേട്ടമാകുമെന്ന് ഞങ്ങൾ കൂടെ പറയുന്നു. ഡോക്ടറെ മൊമെന്റ് കൊടുത്ത് ആദരിക്കാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയരാജൻ സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അന്ന് 2.5 മണിക്കൂർ മല ഇറങ്ങിയിട്ട് വേണം ഈ ആദിവാസി കോളനിയിൽ എത്താൻ. അങ്ങനെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു സന്നദ്ധ സംഘടനയായിരുന്നു. അപ്പോ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പരിചയക്കാരാണ്, ആത്മസുഹൃത്തുക്കളല്ല. പേഴ്സണലായിട്ട് ഒത്തിരി അറിയില്ല പരസ്പരം. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ മല ഇറങ്ങിയ ക്ഷീണം കൊണ്ട് അവിടെ ചെന്നപ്പോൾ ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു ചങ്ങാടം കണ്ടു. അപ്പോ എനിക്ക് കൊണ്ട് 4 പേര് ചങ്ങാടത്തേക്ക് പോയി, ഒരു 10-20 മിനിറ്റ് പോയി. ഞാൻ അവരെ തിരിച്ചു വിളിച്ച് ഈ ചങ്ങാടത്തിൽ ഞാനും കയറി. എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു. കനാലിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കയറി അപ്പം പോലെ ചങ്ങാടം ആടി വരെ പറഞ്ഞ് ചങ്ങാടം വെച്ച് കഴിഞ്ഞാൽ മുള കൂട്ടിക്കെട്ടിയ ഒരു ചെറിയ ചങ്ങാടം. ഞാൻ പരമാവധി ശ്രമിച്ചു ബാലൻസ് നിയന്ത്രിക്കാൻ. എന്നിട്ട് പക്ഷേ കനാലിലൊക്കെ വെള്ളത്തിൽ ചാടി പരിചയമുള്ളതുകൊണ്ട് ഇത് മറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ കയറുന്നതിന് മുമ്പ് ചിന്തിച്ചിരുന്നു. അപ്പൊ എന്ത് പറ്റി, 10 സെക്കൻഡിനുള്ളിൽ ചങ്ങാടം പറഞ്ഞ് ഞാൻ താഴ്ത്തി പോയി. എന്നിട്ട് നേരത്തെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ കയറ് പിടിച്ചു, കയറഴിഞ്ഞു. എന്നാലും ഞാൻ എടുത്ത ശ്വാസം കൊണ്ട് താഴേക്ക് പോയി. വനത്തിലാണ്, തേക്കിന്റെ ഇല ഒക്കെ മിക്സ് ആയിട്ടുള്ള വെള്ളം കരയൊന്നും ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ധൈര്യം സംഭരിച്ച് ഞാൻ പയ്യെ വള്ളി വലിച്ച് ഞാൻ മുകളിലേക്ക് വന്നു. വലിയൊരു ദീർഘശ്വാസം എടുത്ത മൊബൈലിൽ വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടി വന്നു.
വിജയിക്ക് എല്ലാവർക്കും ആശംസകളും മാതാവിന് പ്രത്യേകം അവർക്കും ഇവിടെ വന്ന് ചെറിയ ജനതാശയം